കാലം മാറിയാലും കളിക്കളത്തിലെ നിയമങ്ങൾ മാറിയാലും ഒരാൾ മാത്രം ഒരു മാറ്റവുമില്ലാതെ മുന്നോട്ടു പോകുന്നു. കഠിനാധ്വാനത്തിന്റെ, അർപ്പണബോധത്തിന്റെ, നെവർ ഗീവ് അപ്പ് മനോഭാവത്തിന്റെ ആൾരൂപം. ലോകം കണ്ട ഏറ്റവും മികച്ച കളിക്കാരിലൊരാൾ. പോർച്ചുഗീസ് ഇതിഹാസം. CR7 എന്ന വിളിപ്പേരിൽ ലോകമറിയുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ. ദാരിദ്ര്യത്തിൽ നിന്ന് ആരംഭിച്ച് ലോക ഫുട്ബോളിന്റെ കൊടുമുടിയിലേക്ക് അദ്ദേഹം നടന്നു കയറിയ ആ അവിശ്വസനീയമായ ജീവിതയാത്രയുടെ കഥയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഇത് വെറും ഒരു ഫുട്ബോൾ താരത്തിന്റെ കഥയല്ല, ഒരു പച്ച മനുഷ്യന്റെ പോരാട്ടങ്ങളുടെ കഥയാണ്. അറിവിന്റെ ആർക്കേസിലേക്ക് മറ്റൊരു കാര്യം കൂടി. എല്ലാവർക്കും ആർക്കേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. 1985 ഫെബ്രുവരി 5 പോർച്ചുഗലിലെ മഡെയ്റ ദ്വീപിലെ ഫഞ്ചാൽ എന്ന ചെറുപട്ടണത്തിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഡോസ് സാന്റോസ് അവേറോ ജനിക്കുന്നത്. ഒരു മുനിസിപ്പൽ ഗാർഡൻ സൂപ്പർവൈസർ ആയിരുന്ന ജോസ് ഡിനിസ് അവേറോയുടെയും പാചകക്കാരിയായിരുന്ന മരിയ ഡൊളോറസ് അവേറോയുടെയും 4 മക്കളിൽ ഇളയവനായിരുന്നു ക്രിസ്ത്യാനോ. അച്ഛൻ റൊണാൾഡ് റീഗൻ എന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ കടുത്ത ആരാധകനായതുകൊണ്ടാണ് മകന് റൊണാൾഡോ എന്ന പേര് നൽകിയത്. ദാരിദ്ര്യം നിറഞ്ഞ ഒരു ബാല്യമായിരുന്നു ക്രിസ്ത്യാനോയുടേത്. സ്വന്തമായി ഒരു പന്ത് പോലും വാങ്ങാൻ കഴിവില്ലാത്തതിനാൽ പഴയ പ്ലാസ്റ്റിക് കവറുകൾ നിറച്ചു കെട്ടിയാണ് കൂട്ടുകാർക്കൊപ്പം തെരുവിൽ പന്ത് തട്ടിയത്. ഫുട്ബോളിനോടുള്ള അയാളുടെ ഭ്രാന്തമായ സ്നേഹം കണ്ടറിഞ്ഞ അച്ഛൻ താൻ കിറ്റ്മാനായി ജോലി ചെയ്യുന്ന ആന്റോറിൻഹ എന്ന ചെറിയ ഫുട്ബോൾ ക്ലബിൽ അവനെ ചേർത്തു. അവിടെ നിന്നാണ് ആ പ്രതിഭയുടെ ആദ്യ തിളക്കം ലോകം കാണുന്നത്. പിന്നീട് നാസിയോണൽ ക്ലബിലേക്കും 12-ാം വയസ്സിൽ പോർച്ചുഗലിലെ പ്രമുഖ ക്ലബായ സ്പോർട്ടിംഗ് ലിസ്ബണിന്റെ യൂത്ത് അക്കാദമിയിലേക്കും അവൻ ചേക്കേറി. എന്നാൽ ഇത് എളുപ്പമുള്ള യാത്രയായിരുന്നില്ല. വീട്ടുകാരെ പിരിഞ്ഞ് തനിച്ച് ലിസ്ബണിൽ താമസിക്കേണ്ടി വന്നത് അവനെ മാനസികമായി തളർത്തി. വിദ്യാഭ്യാസത്തിൽ പിന്നോട്ടു പോയി. സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. പക്ഷേ ഫുട്ബോൾ എന്ന സ്വപ്നം മാത്രം അവൻ കൈവിട്ടില്ല. 2003 സ്പോർട്ടിംഗ് ലിസ്ബണും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിലുള്ള ഒരു സൗഹൃദ മത്സരം. അന്ന് 18 വയസ്സ് മാത്രം പ്രായമുള്ള ക്രിസ്ത്യാനോ യുണൈറ്റഡ് ഡിഫൻഡർമാരെ വട്ടം കറക്കി. അവന്റെ അസാമാന്യമായ ഡ്രിബ്ലിംഗ് മികവും വേഗതയും കണ്ട മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഇതിഹാസ പരിശീലകൻ സർ അലക്സ് ഫെർഗൂസൺ തീരുമാനമെടുത്തു, ഈ പയ്യനെ എനിക്ക് വേണമെന്ന്. അങ്ങനെ 12.24 മില്യൺ യൂറോ എന്ന റെക്കോർഡ് തുകയ്ക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ തട്ടകമായ ഓൾഡ് ട്രഫോർഡിലേക്ക് ക്രിസ്ത്യാനോ എത്തി. ക്ലബിന്റെ എക്കാലത്തെയും ഇതിഹാസങ്ങൾ അണിഞ്ഞ ബ്രയാൻ റോബ്സൺ, എറിക് കന്റോണ, ഡേവിഡ് ബെക്കം എന്നിവരെല്ലാം അണിഞ്ഞ ഐതിഹാസികമായ നമ്പർ 7 ജേഴ്സി ഫെർഗൂസൺ അവന് നൽകി. ആ നമ്പർ ജേഴ്സിയുടെ സമ്മർദ്ദം അവനെ പ്രചോദിപ്പിച്ചു. ആദ്യകാലങ്ങളിൽ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടെങ്കിലും കഠിനാധ്വാനത്തിലൂടെ ക്രിസ്ത്യാനോ തന്റെ കളിയെ പരിപൂർണമാക്കി. ഒരു വിങ്ങറിൽ നിന്ന് ഗോൾ വേട്ടക്കാരനായ ഒരു ഫോർവേഡിലേക്ക് അവൻ രൂപാന്തരപ്പെട്ടു. 2007-8 സീസൺ അവന്റെ കരിയറിലെ സുവർണ കാലഘട്ടമായിരുന്നു. 42 ഗോളുകളുമായി ടീമിനെ പ്രീമിയർ ലീഗ്, ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളിലേക്ക് നയിച്ചു. ഈ മിന്നുന്ന പ്രകടനം അവനെ ആദ്യത്തെ ബാലൺ ഡിയോർ പുരസ്കാരത്തിന് അർഹനാക്കി. 23-ാം വയസ്സിൽ ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച കളിക്കാരനായി അവൻ മാറി. ൽ ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് റൊണാൾഡോ റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറി. 94 മില്യൺ യൂറോ എന്ന അന്നത്തെ റെക്കോർഡ് തുകയ്ക്കാണ് ഈ ട്രാൻസ്ഫർ നടന്നത്. റയൽ മാഡ്രിഡിന്റെ ഹോം ഗ്രൗണ്ടായ സാന്റിയാഗോ ബെർണാബ്യു സ്റ്റേഡിയത്തിൽ 80,000-ത്തിലധികം ആരാധകരാണ് അവനെ സ്വീകരിക്കാൻ തടിച്ചുകൂടിയത്. റയൽ മാഡ്രിഡിലെ അവന്റെ 9 വർഷങ്ങൾ റെക്കോർഡുകളുടെ ഒരു കാലമായിരുന്നു. എതിരാളിയുടെ ഡിഫൻഡർമാരെ മറികടന്നു. ഫ്രീ കിക്കുകളിലൂടെയും ഹെഡറുകളിലൂടെയും അവൻ ഗോളുകൾ അടിച്ചുകൂട്ടി. ലയണൽ മെസ്സിയുമായി ഒരു കടുത്ത മത്സരം ഈ കാലയളവിലുണ്ടായിരുന്നു. അത് ഫുട്ബോൾ ലോകത്തിന് എന്നും ഓർക്കാൻ കഴിയുന്ന മികച്ച മത്സരങ്ങൾ സമ്മാനിച്ചു. റയൽ മാഡ്രിഡിനൊപ്പം 4 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ, 2 ലാ ലീഗ കിരീടങ്ങൾ,
2 കോപ്പ ഡെൽറേ കിരീടങ്ങൾ തുടങ്ങി നിരവധി നേട്ടങ്ങൾ അവൻ നേടി. റയൽ മാഡ്രിഡിന്റെ എക്കാലത്തെയും ടോപ്പ് സ്കോററായി അവൻ മാറി. ഈ കാലയളവിൽ അവൻ 4 തവണ ബാലൺ ഡിയോർ പുരസ്കാരവും നേടി. റയൽ മാഡ്രിഡിനെ വീണ്ടും ഒരു യൂറോപ്യൻ ശക്തിയാക്കി മാറ്റുന്നതിൽ റൊണാൾഡോ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ക്ലബ് കരിയറിൽ തിളങ്ങിയപ്പോൾ ദേശീയ ടീമിനൊപ്പം ഒരു കിരീടമെന്നത് റൊണാൾഡോയുടെ സ്വപ്നമായിരുന്നു. 2016 യൂറോ കപ്പ് ഫൈനലിൽ ഫ്രാൻസിനെ തോൽപ്പിച്ച് പോർച്ചുഗൽ കിരീടം നേടിയപ്പോൾ ആ സ്വപ്നം യാഥാർത്ഥ്യമായി. ഫൈനലിൽ പരിക്കേറ്റ് പുറത്തുപോയെങ്കിലും സൈഡ് ലൈനിൽ നിന്ന് സഹതാരങ്ങളെ പ്രോത്സാഹിപ്പിച്ച അവൻ്റെ ആവേശവും കണ്ണീരും ഫുട്ബോൾ പ്രേമികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത കാഴ്ചയാണ്. 2018 റയൽ മാഡ്രിഡ് വിട്ട് യുവന്റസിലേക്ക് പോയപ്പോഴും അവൻ ഗോൾ വേട്ട തുടർന്നു. യുവന്റസിനൊപ്പം 2 സീരിയ കിരീടങ്ങളും ഒരു കോപ്പ ഇറ്റാലിയ കിരീടവും നേടി. 2021 മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് അവൻ്റെ വികാരനിർഭരമായ ഒരു 2ാം വരവ് നടത്തി. എന്നാൽ ആ ബന്ധം അധികം നീണ്ടുനിന്നില്ല. പിന്നീട് സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ നാസറിലേക്ക് അവൻ ചേക്കേറി. അവിടെയും അവൻ തൻ്റെ കളി തുടരുന്നു. റൊണാൾഡോയെ കേവലം ഒരു കളിക്കാരനായി മാത്രം കാണാൻ കഴിയില്ല. അവനൊരു യന്ത്രത്തെ പോലെ കഠിനാധ്വാനം ചെയ്യുന്ന അത്ലറ്റാണ്. പ്രായം വെറും ഒരു നമ്പർ മാത്രമാണെന്ന് അവൻ ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര ഗോളുകൾ, ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ, ഫിഫ ക്ലബ് ലോകകപ്പ് നേട്ടങ്ങൾ തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത റെക്കോർഡുകൾ സ്വന്തമാക്കി. ഫുട്ബോളിന് പുറത്ത് അവൻ ഒരു വലിയ മനുഷ്യസ്നേഹിയാണ്. തൻ്റെ സമ്പത്തിൻ്റെ വലിയൊരു ഭാഗം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കുന്നു. രക്തം ദാനം ചെയ്യുന്നതിനായി ടാറ്റു പോലും ചെയ്യാത്തൊരു മനുഷ്യൻ. ഫുട്ബോളിനോടുള്ള അർപ്പണബോധവും ഫിറ്റ്നസ് നിലനിർത്താനുള്ള അവൻ്റെ കഴിവും പരാജയങ്ങളിൽ തളരാതെ മുന്നോട്ടു പോകാനുള്ള മനസ്സും യുവതലമുറയ്ക്ക് ഒരു പാഠമാണ്. ഒരു കാലം വരുമ്പോൾ അയാൾ കളിക്കളം വിടും. പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന പേര് കഠിനാധ്വാനത്തിൻ്റെയും ദൃഢനിശ്ചയത്തിൻ്റെയും വിജയത്തിൻ്റെയും പര്യായമായി എക്കാലവും ഫുട്ബോൾ ചരിത്രത്തിൽ നിലനിൽക്കും. റൊണാൾഡോ വെറും ഒരു ഫുട്ബോൾ കളിക്കാരനല്ല, അതൊരു വികാരമാണ്. തൻ്റെ ജീവിതം കൊണ്ട് അസാധ്യമായതൊന്നും ഈ ലോകത്തിലില്ലെന്ന് അയാൾ നമ്മളെ പഠിപ്പിച്ചു. സ്വപ്നം കാണാനും അതിനായി കഠിനാധ്വാനം ചെയ്യാനും ലക്ഷ്യത്തിലെത്തുന്നതുവരെ പോരാടാനും അയാൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.